നമസ്കാരം. സംസ്ഥാനത്ത് ആൻറ്റിബയോട്ടിക് മരുന്നുകളുടെ വിൽപ്പനയിൽ ഒരു കൊല്ലം കൊണ്ട് 1000 കോടിയോളം രൂപയുടെ കുറവുണ്ടായതായി റിപ്പോർട്ട്. പ്രതിവർഷം 15,000 കോടി രൂപ വരെ മരുന്നുകൾ വിൽക്കുന്നതിൽ 4500 കോടിയോളം ആൻറ്റിബയോട്ടിക്കുകളായിരുന്നു. സ്വകാര്യ ആശുപത്രികൾ, മെഡിക്കൽ സ്റ്റോറുകൾ എന്നിവ വഴിയുള്ള വിൽപ്പനയിലാണ് 1000 കോടി രൂപയുടെ കുറവ് വന്നത്. പല രോഗാണുക്കളിലും പ്രതിരോധം കൂടുന്നത് കണ്ടെത്തിയതിനെ തുടർന്ന് ആൻറ്റിബയോട്ടിക്കുകളുടെ അമിത ഉപയോഗം കുറയ്ക്കാൻ ആരോഗ്യവകുപ്പ് 1 വർഷം മുൻപ് ഇടപെടുകയും ഡോക്ടറുടെ കുറിപ്പടിയില്ലാതെ ആൻറ്റിബയോട്ടിക് നൽകുന്ന ഫാർമസികളുടെ ലൈസൻസ് റദ്ദാക്കാൻ തീരുമാനിക്കുകയും ചെയ്തിരുന്നു. ആൻറ്റിബയോട്ടിക്കുകൾ കുറിച്ചു കൊടുക്കുന്നതിൽ ഡോക്ടർമാർ ജാഗ്രത പാലിക്കണമെന്ന് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ഉൾപ്പെടെയുള്ള സംഘടനകളും നിർദ്ദേശം നൽകിയിരുന്നു. സർക്കാർ ഇടപെടലും ഡോക്ടർമാർ ആൻറ്റിബയോട്ടിക്കുകൾ എഴുതുന്നത് കുറയ്ക്കുകയും ചെയ്തതിനെ തുടർന്നാണ് വിൽപ്പനയിൽ 1000 കോടിയോളം രൂപയുടെ കുറവ് വന്നത് എന്ന് ഓൾ കേരള കെമിസ്റ്റ് ആൻഡ് ഡ്രഗ്ഗിസ്റ്റ് അസോസിയേഷൻ സംസ്ഥാന ഭാരവാഹികൾ പറഞ്ഞു. കേരള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ വഴി സർക്കാർ ആരോഗ്യ കേന്ദ്രങ്ങളിലേക്ക് വർഷം 800 കോടിയോളം രൂപയുടെ മരുന്നുകൾ വാങ്ങുന്നുണ്ട്. ഇവിടെയും ആൻറ്റിബയോട്ടിക്കുകൾ നിയന്ത്രിച്ചിട്ടുണ്ട്. ഡയറി, പോൾട്രി, മത്സ്യകൃഷി മേഖലകളിലും ആൻറ്റിബയോട്ടിക് പ്രതിരോധം കൂടി വരുന്നതായി കണ്ടെത്തിയിരുന്നു. ആൻറ്റിബയോട്ടിക്കുകൾക്കെതിരെ രോഗാണുക്കൾ പ്രതിരോധശേഷി നേടുന്നതിനെയാണ് ആൻറ്റിബയോട്ടിക് പ്രതിരോധം അഥവാ ആൻറ്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് എന്ന് വിളിക്കുന്നത്. ആരോഗ്യമേഖല നേരിടുന്ന നിർണായക പ്രതിസന്ധിയാണ് ഇത്. രോഗാണുക്കൾ പ്രതിരോധശേഷി നേടുമ്പോൾ രോഗാവസ്ഥ മൂർച്ഛിക്കും. ഇത് ചികിത്സാ ചെലവ് വൻതോതിൽ വർദ്ധിപ്പിക്കും. ആൻറ്റിബയോട്ടിക്കിൻ്റെ അശാസ്ത്രീയ ഉപയോഗം തുടർന്നാൽ 2050ഓടെ ലോകമെമ്പാടും 1 കോടി ആളുകൾ MMR കാരണം മരിക്കുമെന്നാണ് പഠനങ്ങൾ വ്യക്തമാക്കുന്നത്. ശ്രദ്ധിക്കേണ്ടത് ഇക്കാര്യങ്ങളാണ്. വൈറസ് ബാധകളിൽ ആൻറ്റിബയോട്ടിക് ഫലപ്രദമല്ല. ഡോക്ടർ നിർദ്ദേശിക്കുന്നവ മാത്രമേ ഉപയോഗിക്കാവൂ. ചികിത്സ കഴിഞ്ഞ് ശേഷിക്കുന്നവ ഉപയോഗിക്കരുത്. ഇവ കരയിലോ ജലാശയങ്ങളിലോ വലിച്ചെറിയരുത്. രോഗശമനം തോന്നിയാലും ഡോസ് പൂർത്തിയാക്കണം. സംസ്ഥാനത്ത് ആൻറ്റിബയോട്ടിക്കുകൾ വൻതോതിൽ വിറ്റഴിക്കപ്പെട്ടിരുന്നു. ഇത് വലിയ ഒരു ആരോഗ്യ പ്രശ്നമായി മാറുകയും ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഘട്ടത്തിലാണ് സർക്കാർ ഇടപെടൽ നടത്തിയത്, ഒപ്പം IMAയും. ഇതുമൂലമാണ് ഇപ്പോൾ 1000 കോടി രൂപയുടെ കുറവ് ആൻറ്റിബയോട്ടിക് വിൽപ്പനയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഏത് ചെറിയ രോഗത്തിനും ആൻറ്റിബയോട്ടിക്കുകൾ കുറിച്ചു കൊടുക്കുന്നവരുണ്ട്. അതുപോലെ തന്നെ മെഡിക്കൽ സ്റ്റോറുകളിൽ ചെന്ന് ആൻറ്റിബയോട്ടിക്കുകളുടെ ബ്രാൻഡ് നെയിം പറഞ്ഞ് വാങ്ങുന്നതും ഉണ്ട്. അത്തരത്തിലുള്ള വിൽപ്പനയ്ക്കാണ് ഇപ്പോൾ തടസ്സം നേരിട്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇത്രയും കോടി രൂപയുടെ കുറവ് ആൻറ്റിബയോട്ടിക് വിൽപ്പനയിൽ ഉണ്ടായിരിക്കുന്നത്. ആൻറ്റിബയോട്ടിക്കുകൾ അത്തരത്തിൽ സാധാരണ ഗുളികകൾ പോലെ ഉപയോഗിക്കാവുന്നവയല്ല. ചെറിയ രോഗത്തിന് ആൻറ്റിബയോട്ടിക്കുകൾ കഴിക്കേണ്ട ആവശ്യം പോലുമില്ല. ഇത്തരം ആൻറ്റിബയോട്ടിക്കുകൾ ക്രമാതീതമായി കഴിക്കുകയാണെങ്കിൽ ശരീരത്തിലെ രോഗാണുക്കളുടെ രോഗപ്രതിരോധശേഷി വർദ്ധിക്കുകയും രോഗാണു കൂടുതൽ ശക്തനാവുകയും ചെയ്യും. സ്വാഭാവികമായി ശരീരത്തിന് ഒരു രോഗപ്രതിരോധശേഷിയുണ്ട്. അതിനെയും ആൻറ്റിബയോട്ടിക്കുകൾ ക്രമാതീതമായി ഉപയോഗിക്കുന്നത് താറുമാറാക്കും. ഇത് ഭാവിയിലെ ഗുരുതരമായ ആരോഗ്യ പ്രശ്നമായി കണ്ടുകൊണ്ടാണ് സർക്കാരും IMAയും ഈ വിഷയത്തിൽ ഇടപെടൽ നടത്തിയത്. ആൻറ്റിബയോട്ടിക്കുകൾ ഇപ്പോൾ ഡോക്ടറുടെ കൃത്യമായ കുറിപ്പടിയില്ലാതെ ലഭിക്കില്ല. ഒരു കടയിൽ ചെന്ന് ഇന്ന ആൻറ്റിബയോട്ടിക് വേണം എന്ന് പറഞ്ഞ് അത് വാങ്ങാനാവില്ല എന്ന് സാരം. ഇത്തരത്തിൽ ആൻറ്റിബയോട്ടിക്കുകളിൽ ശക്തമായ വിൽപ്പന നിയന്ത്രണമാണ് സർക്കാർ ഏർപ്പെടുത്തിയത്. സർക്കാർ സ്വകാര്യ ആശുപത്രികളിലെ ഡോക്ടർമാർ ചെറിയ രോഗങ്ങൾക്ക് പോലും ആൻറ്റിബയോട്ടിക്കുകൾ പുറത്തേക്ക് കുറിച്ചു നൽകുന്നതായുള്ള പരാതികൾ നേരത്തെ ഉണ്ടായിരുന്നു. അത്തരത്തിലുള്ള നടപടിക്രമങ്ങളിൽ ആണ് IMA ഇടപെട്ടത്. IMAയുടെയും ഇടപെടൽ ശക്തമായിരുന്നു. അതിനുശേഷം ഡോക്ടർമാർ ആവശ്യമില്ലാതെ ആൻറ്റിബയോട്ടിക് മരുന്നുകൾ എഴുതി നൽകുന്നത് കുറച്ചു. അതാണ് ഇപ്പോൾ ഈ വിൽപ്പന ഇത്രയും ഇടിയാൻ കാരണം എന്നാണ് കെമിസ്റ്റ് ആൻഡ് ഡ്രഗ്ഗിസ്റ്റ് അസോസിയേഷൻ പറയുന്നത്. വിൽപ്പനയിൽ കുറവുണ്ടായാലും ജനങ്ങളുടെ ആരോഗ്യത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ഒരു ഇടപെടലാണ് IMAയും കേരള സർക്കാരും ഈ വിഷയത്തിൽ നടത്തിയത് എന്നത് വ്യക്തം.